നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഏലീഷ പ്രവാചകനെയും ഇസ്രായേൽ ജനത്തെയും ആക്രമിക്കാൻ വന്ന സിറിയ സൈന്യത്തെ കണ്ട് ഏലീഷായുടെ ഭൃത്യൻ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്, ഗുരു, നമ്മൾ നശിച്ചു, ഇതാ ശത്രു സൈന്യം നമ്മെ വളഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഏലീഷ പ്രാർത്ഥിക്കുകയാണ്. ഏലീഷ പ്രാർത്ഥിച്ചത് തൻ്റെ ഭൃത്യൻ്റെ കണ്ണ് തുറക്കണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അവൻ അന്ധനായിരുന്നില്ല, കാഴ്ചയുള്ളവനാണ്. ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചയുള്ളവൻ, ലോകത്തെ മുഴുവൻ കാണാൻ സാധിക്കുവാൻ തൻ്റെ ഗുരുവായ ഏലീഷായെ കാണുവാൻ സാധിക്കുന്നവൻ. ആ ശിഷ്യന് വേണ്ടി ഏലീഷ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന്. അപ്പോൾ കർത്താവ് ഏലീഷയുടെ ഭൃത്യൻ്റെ കണ്ണ് തുറന്നു എന്നാണ് കാണിക്കുന്നത്. സിറിയൻ സൈന്യത്തെ കണ്ട് ഭയന്ന ഏലീഷയുടെ ഭൃത്യൻ്റെ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് വലിയ ആഗ്നേയ രഥങ്ങളും വലിയ സൈന്യവും സ്വർഗത്തിൻ്റെ മാലാഖമാർ ഇവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നതായിട്ടാണ് ഏലീഷയുടെ ഭൃത്യൻ കാണുന്നത്. സോളെ, അതിനുശേഷം ഏലീഷായുടെ അടുക്കലേക്ക് കടന്നു വന്ന സിറിയൻ സൈന്യത്തെ മുഴുവൻ ഏലീഷ അന്ധരാക്കി. കാഴ്ചയുള്ളവരായിരുന്ന സൈന്യത്തെ മുഴുവൻ അന്ധരാക്കിയിട്ട് അവൻ രാജകൊട്ടാരത്തിലേക്ക് അവരെ നയിക്കുകയാണ്. ഇസ്രായേൽ രാജകൊട്ടാരത്തിലേക്ക് അവരെ നയിച്ചു. രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, പിതാവേ, ഇവരെ ഞാൻ കൊന്നുകളയട്ടോ എന്ന്. എന്നാൽ ഏലീഷ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ വാളുകൊണ്ട് പിടിക്കപ്പെട്ടവരെന്ന പോലെ നിങ്ങൾ കൊല്ലുവാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് സമൃദ്ധമായി ഭക്ഷണം കൊടുക്കുക, വെയിഞ്ഞു കൊടുക്കുക, അവർ തിന്നുകുടിച്ച് ആനന്ദിക്കട്ടെ, അവരെ തിരിച്ചവരുടെ ഗുരുവിൻ്റെ അടുക്കലേക്ക് തന്നെ, രാജാവിൻ്റെ അടുക്കലേക്ക് മടക്കി അയക്കുക. അങ്ങനെ ഏലീഷ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ രാജാവ് അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി, അവർക്ക് ആവശ്യമുള്ള സ്നേഹം പകർന്ന് വയറ് നിറഞ്ഞു. അവർ സമാധാനത്തോടെ തിരികെ പോയി. അപ്പോൾ സിറിയൻ സൈന്യം പറയുകയാണ്, ഇതുപോലെ ഒരു ശക്തമായ, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന മറ്റൊരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലും മറ്റൊരു ദൈവമില്ല. കാരണം ശത്രുക്കളെ കൈകളിൽ കിട്ടിയിട്ടും ഭക്ഷണപാനീയങ്ങൾ തന്ന് സംതൃപ്തരാക്കി അവരെ പറഞ്ഞയക്കുന്ന ഒരു ദൈവം. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണാം, യേശുവിൽ വിശ്വസിക്കുന്നതിന് നിന്ന് പിന്മാറ്റിയ ഒരു വ്യക്തിയെ, സാത്താൻ്റെ സന്താനമേ, നീ അന്ധനായിത്തീരുമെന്ന് പൗലോസില പറയുക. അതായത് പ്രഭുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ശിഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് പിന്മാറ്റിയതിനാൽ അവനെ അന്ധനാക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടത അവരെ അന്ധരാക്കിയെന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ അന്ധത എന്ന് പറയുന്നത്, നമുക്ക് കണ്ണുണ്ട്, കാണാൻ പറ്റും, പക്ഷേ നമ്മൾ ദുഷ്ടന്മാരാണ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സത്യത്തിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ കാണാത്ത, ദൈവത്തെ അറിയാത്ത, ദൈവത്തെ ആരായാത്ത, ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടി അന്വേഷിക്കാത്ത സകല മനുഷ്യരും ദുഷ്ടന്മാരാണെന്നും അവർ അന്ധരാണെന്നുമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, യഥാർത്ഥ ജ്ഞാനം ലഭിക്കുവാൻ, യഥാർത്ഥ കാഴ്ച ലഭിക്കുവാൻ കർത്താവായ യേശുവാണ് ഏകദൈവമെന്നും ഏകരക്ഷകനെന്നും തിരിച്ചറിയുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പാപകരവും മ്ലേച്ഛകരവുമായ ജീവിതങ്ങൾ ഉപേക്ഷിച്ച്, നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുന്ന എല്ലാ ദുഷ്ടതകളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.